ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചക്കക്കുരുവും 1/2 കിലോ ശർക്കരയും 50 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഉലിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അവിച്ചിട്ട് വേണമെങ്കിലും ഉലിച്ചെടുക്കാം, അല്ലാതെ പച്ചയ്ക്ക് വേണമെങ്കിലും ഉലിച്ചെടുക്കാം. ഉലിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അവിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് അവിക്കരുത്, ഒരു മീഡിയം പരുവത്തിന് വേണം അവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒത്തിരി അങ്ങ് വേവിക്കല്ലെന്ന് പറയണം, നമുക്ക് തരിതരൊന്നും പൊടിച്ചെടുക്കണം, നന്നായിട്ട് അരച്ചും എടുക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവിച്ചിട്ടായാലും പച്ചയ്ക്കായാലും ചക്കക്കുരുവിൻ്റെ കരിന്തൊലി മാത്രം കളഞ്ഞാൽ മതി. ഈ പൂപ്പലൊന്നും ചെത്തി കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ശരീരത്തിന് ഗുണകരമായിട്ടുള്ളതാണ്. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ ഈ പൂപ്പൽ കളയാതിരിക്കുന്നത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കെല്ലാം നല്ലതാണ്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ചവ്വരിയിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വിസിലെല്ലാം നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 3 വിസിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ചക്കക്കുരു. പലരും അത് വലിച്ചെറിയുകയാണ് പതിവ്. ഇനി നിങ്ങൾ അങ്ങനെ കളയണ്ട, ഇതുപോലെ പല പല റെസിപ്പിയും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ അവിച്ചെടുത്ത ചക്കക്കുരു ഞാൻ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു പങ്ക് ഞാനതിന് ഇതുപോലെ ഒന്ന് തരിതര പൊടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു പങ്ക് ഞാൻ നന്നായിട്ട് വെള്ളം വീത്തി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ വേണം പൊടിച്ചെടുക്കേണ്ടത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ടിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നട്ട്സും മുന്തിരിയെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഇവിടെ കുട്ടികൾ ഒരുപാട് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചെടുത്തത്. അപ്പോൾ ചക്കക്കുരു ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കടലപ്രഥമൻ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള അടിപൊളി ചക്കക്കുരു പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്കക്കുരു വലിച്ചെറിയാതെ ഇതുപോലെ പായസം വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡിയാക്കി കുടിക്കാം, വലിയ ചിലവുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ നേരത്തെ തരിതര പൊടിച്ച് വെച്ചിരുന്ന ചക്കക്കുരു അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അടയും സേമിയയും കടലയും എല്ലാം നമ്മൾ എങ്ങനെയാണോ നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ് ചക്കക്കുരു എന്ന് പറയുമ്പോൾ പലർക്കും ഒരു വിലയില്ല. പക്ഷേ വിദേശത്തോട്ടൊക്കെ പോയി നോക്കണം, ചക്കക്കുരുവിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ. അതിൻ്റെ ഗുണമല്ല വിദേശികൾക്കാണ് കൂടുതൽ അറിയാവുന്നത്. നമ്മളിൽ പലരും ചക്കക്കുരു എടുത്ത് കളഞ്ഞിട്ട് വിഷമുള്ള സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കും. അതാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത്. പക്ഷെ അതിലുള്ള ഗുണം എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു പിന്നെ എല്ലാ കാര്യത്തിലും യൂസ് ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളമൊഴിച്ച് 3 പ്രാവശ്യം ഞാൻ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ 2ാം പാലും 3ാം പാലും ഒരുമിച്ചും 1ാം പാലും സെപ്പറേറ്റുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ 2ാം പാലും 3ാം പാലും ചേർത്ത് വെച്ചിരിക്കുന്നത് ചക്കക്കുരു ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് 2ാം പാലും 3ാം പാലുമാണ്. ആദ്യത്തെ പാല് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല, കാര്യം അത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പായസം കുടിക്കുമ്പോൾ ഒത്തിരി അങ്ങ് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം, എന്നിട്ട് അരച്ച് തന്നെ ചേർക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 10-15 ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ചക്കക്കുരു എടുത്തത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
മധുരമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല അടിപൊളി മണമാണ്. ചക്കക്കുരു കഴിക്കുന്നവർക്ക് അത് ഊഹിക്കാമെന്നുള്ളേ ഉള്ളൂ. കാര്യം ചക്കക്കുരു തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ആ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. വലിയ ചിലവുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലിടാനുള്ള ഒരു വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരുവും ചക്കയും വെച്ചിട്ടുള്ളതും പല പല സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് നട്ട്സും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുമ്പം തന്നെ നമുക്കിതിലോട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെന്തിന് ചേർക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ പായസത്തിലോട്ട് ചേർക്കുമ്പോൾ ഇത് മൊത്തവും പായസത്തിൻ്റെ അടിയിലോട്ട് താന്നു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് താന്നു പോകാതെ മീതെ തന്നെ കിടന്നോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പായസത്തിലോട്ട് ആദ്യത്തെ പാല് പിഴിഞ്ഞ് വെച്ചതിരിപ്പുണ്ട്, അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസമെല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ പായസത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ചക്ക സീസണിൽ തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.